ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി സർക്കാർ ഇപ്പോൾ രണ്ട് തട്ടിലാണ് സഞ്ചരിക്കുന്നത്. ഇതിൽ ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ ഗൈറ്റ്സ് പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കണം, നമ്മൾക്കൊരിക്കലും അതിജീവിക്കാൻ വേണ്ടി സാധിക്കില്ല. യുദ്ധവിരാമം ഉണ്ടായാലും ഇസ്രായേൽ രാജ്യത്ത് പൗരന്മാർ ജീവിക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. തലമുറ മാറിക്കൊണ്ട് ഈ വൈരാഗ്യം നിലനിൽക്കും എന്നതിനാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അതിജീവിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. ഇപ്പോഴത്തെ നിലവിലെ നഷ്ടവും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനൊന്നും നമ്മൾക്ക് സാധിച്ചിട്ടില്ല, കുറെ ആളുകൾ മരിച്ചു എന്നല്ലാതെ. മുൻ വിദേശകാര്യമന്ത്രി പറയപ്പെട്ട അതേ കാര്യങ്ങളും അതേ വാചകങ്ങളുമാണ് നിലവിൽ ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആഭ്യന്തരമന്ത്രിയുടെ നിലപാട് വ്യത്യസ്തമാണ്. അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇസ്രായേൽ സർക്കാർ നൽകുന്ന പിന്തുണ പിൻവലിക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി ബെൻഗിവർ പറയുന്നത്. ബെൻഗിവർ പ്രധാനമന്ത്രിയുടെ പാർട്ടിയല്ല, ഘടക കക്ഷിയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി പിന്തുണ പിൻവലിച്ചാൽ സർക്കാർ വീഴുമെന്ന് ഉറപ്പാണ്. അതിനിടയിൽ ഇപ്പോൾ തുലാസിലാടുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ സർക്കാരിന് വന്നിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് വളരെ പ്രാധാന്യമായിരിക്കുന്ന ഒരു സംഭവം നടക്കുന്നത്, അമേരിക്കൻ പൗരന്മാരോട് ഇറാഖ് വിട്ടു പോകാൻ വേണ്ടി അമേരിക്കൻ സർക്കാർ പ്രസ്താവിച്ചു. അത് നയതന്ത്ര ഉദ്യോഗസ്ഥർ ആദ്യം രാജ്യം വിട്ടു പോകണമെന്നും പൗരന്മാർ വളരെ പെട്ടെന്ന് തന്നെ വിട്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, അതോടൊപ്പം തന്നെ നിലനിൽക്കുന്ന പൗരന്മാർ സുരക്ഷിത മേഖലയിലേക്ക് മാറണം എന്ന തരത്തിലുള്ള വിവരങ്ങളും നൽകിയിരിക്കുകയാണ്. 2500ഓളം അമേരിക്കയുടെ സൈനികരുള്ള രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത്. മറ്റു രാജ്യത്തിലെ പൗരന്മാർ വേറെയുമുണ്ട്, അതിന്റെ കണക്ക് കാര്യങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. കുവൈറ്റിലെ അമേരിക്കൻ പൗരന്മാരോടും ബഹ്റൈനിലെ അമേരിക്കൻ പൗരന്മാരോടും ഇതേ കാര്യം പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടെല്ലാം ഇപ്പോൾ BBC, റോയിട്ടേഴ്സ് ഒക്കെ പുറത്തു വിട്ടിരിക്കുകയാണ്. അവർ പറയുന്ന കാര്യം, ഒരു യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു, അഥവാ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും അതിനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും സാഹചര്യങ്ങളും ഇസ്രായേൽ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന തരത്തിലുമാണ്. അത്തരമൊരു വിഷയം ഉണ്ടായാൽ എന്തിനാണ് ഇറാഖിൽ നിന്ന് അമേരിക്കൻ പൗരന്മാർ രാജ്യം വിട്ടു പോകേണ്ട കാര്യം എന്തിനാണ് എന്ന ചോദ്യത്തിന് അവരുടെ ഭാഗത്ത് തന്നെ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ വല്ല കാരണവശാലും ഇറാൻ ആക്രമിക്കുന്ന ഒരു മണ്ടത്തരം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സർവ്വ മേഖലയും ബാധിക്കും, പ്രത്യേകിച്ച് ഇറാഖിലുള്ള അമേരിക്കയുടെ താവളത്തെ ബാധിക്കും. തിരിച്ചടി കനത്തതും ശക്തിയുള്ളതുമായതിനാൽ പൗരന്മാർക്ക് സുരക്ഷിതത്വം നൽകുക എന്നുള്ളത് ആ സമയത്ത് പ്രയാസമായിരിക്കുന്ന സാഹചര്യമായതിനാൽ അമേരിക്കൻ പൗരന്മാർ രാജ്യം വിട്ടു പോകണം എന്നുള്ളതാണ്. ട്രംപും നെതന്യാഹുവും ഈ യുദ്ധ സംബന്ധമായിരിക്കുന്ന കാര്യം, അതായത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം 40 മിനിറ്റോളം നേരിട്ട് ടെലിഫോണിലൂടെ സംസാരിച്ചു എന്നുള്ളതാണ്. എന്നാൽ അതൊരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. കാരണം ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് യാതൊരു താല്പര്യമില്ലെന്നും അത് തങ്ങളെ സാരമായിട്ട് ബാധിക്കും, തങ്ങളുടെ സാമ്പത്തിക മേഖലയും സൈനിക മേഖലയും വിശ്വാസത്തെയും സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുമെന്നതിനാൽ ഒരിക്കലും ഇസ്രായേൽ ആ പ്രവൃത്തി ചെയ്യരുത് എന്ന് ട്രംപ് ഇസ്രായേലിനോട് പറഞ്ഞത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര താല്പര്യമായിട്ടൊന്നുമില്ല. അങ്ങനെയൊന്നും അല്ലായിരുന്നു ഇസ്രായേൽ ഉദ്ദേശിച്ചത്. ഇറാൻ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക നേതൃത്വം നൽകും, അങ്ങനെയാണെങ്കിൽ പിന്നാമ്പുറം പ്രവർത്തിച്ചാൽ മതി. അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്നതിനിടയിൽ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കും. അങ്ങനെ ആണവ കേന്ദ്രം ആക്രമിക്കുക എന്നുള്ള കുറുക്കന്റെ ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ടാക്കി വെച്ചത്. അതെല്ലാം ഇപ്പോൾ പൊടിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇറാനെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള സഹകരണം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞതോടുകൂടി ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഉടക്കി പിരിഞ്ഞു എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ്, വലിയ അകൽച്ച ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അതിനിപ്പോൾ മീഡിയക്കാർ ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ച നടത്തുന്നുണ്ട്. അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ സജീവമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. അവർ പറയുന്നത് ജപ്പാൻ തായ്ലൻഡിനെ കീഴടക്കിയ സംഭവം ഇതിനോട് അനുബന്ധിച്ച് വിവരിക്കേണ്ടതാണ്. അപ്പോൾ ജപ്പാന്റെ സൈനികർ കപ്പലിൽ 2-3 കപ്പലിൽ സൈനികരുമായിട്ട് ഇവിടെ തായ്ലൻഡിന്റെ ഭാഗത്തേക്ക് വന്ന സമയത്ത് ചില മാധ്യമ റിപ്പോർട്ടർമാർ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അത് തായ്ലൻഡിന് നേരെ ആക്രമണം നടത്താനോ മറ്റോ ആയിരിക്കും എന്നുള്ളത്. എന്നാൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തായ്ലൻഡിനെ കീഴടക്കാൻ വേണ്ടി ജപ്പാൻ വരില്ല എന്ന് കണക്കുകൂട്ടി. നേരെ തിരിച്ചായ സംഭവം. 3-ലധികം കപ്പലുകൾ നിരന്തരം വരികയും അതിൻ്റെ പിറകെ വേറെ സൈനികർ എത്തുകയും
തായ്ലൻഡിനെ കീഴടക്കുകയും ചെയ്തത് നിസ്സാരമായിരിക്കുന്ന ഒരു ചെറിയ റിപ്പോർട്ട് മാത്രമാണ് ആ കാലത്ത് പുറത്തു വന്നത്. അപ്പോൾ ചില രാഷ്ട്ര ഭരണാധികാരികൾ ചില നിലപാടുകൾ എടുക്കുമ്പോൾ, അഭിപ്രായം പറയുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറം ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സമാന സ്ഥിതിയാണ് ഇപ്പോൾ അമേരിക്ക പൊടുന്നനെ ഇറാഖിൽ നിന്ന് പൗരന്മാരോട് രാജ്യം വിട്ടു പോകണമെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറം ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇറാൻ്റെ മിസൈൽ സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. സിറ്റി എന്ന് പറയുന്ന സമയത്ത് 1/2 കിലോമീറ്റർ എങ്കിലും 1/2 കിലോമീറ്റർ മുതൽ 1 കിലോമീറ്റർ ഭൂമിയുടെ അടിയിൽ തുരങ്കമുണ്ടാക്കി അവിടെയാണ് ഇറാൻ വലിയ രീതിയിലുള്ള മിസൈൽ സിറ്റി, മിസൈൽ നഗരം സൃഷ്ടിച്ചു വെച്ചത്. അത് കണ്ടെത്താൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ ഇസ്രായേലും അമേരിക്കയും നടത്തിയിട്ടും സാധിച്ചിട്ടില്ല. ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ട നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. പിന്നെ ചാരന്മാരെ വെച്ച് നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നടത്തിയിട്ടും ഈ കാര്യങ്ങളിൽ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കുന്നില്ല. എന്താണ് ഇപ്പോഴത്തെ ഇസ്രായേൽ അമേരിക്കയും തമ്മിലുള്ള ഉടക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്താണെന്ന് നോക്കിയാൽ, ഒന്ന്, ഹൂത്തികളുമായി അമേരിക്ക കരാറുണ്ടാക്കിയത് ഇസ്രായേലിന് തീരെ തൃപ്തിയില്ലാത്ത കാര്യമാണ്. കാര്യം ചെങ്കടലിൽ അമേരിക്കയുടെ സ്വാധീനം കുറഞ്ഞു പോകുന്നു, അല്ലെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ആ സമയത്ത് വളരെ സ്വതന്ത്രമായ രീതിയിൽ വിരായിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കും? ഹൂത്തികൾക്ക് ചെങ്കടലുമായി ബന്ധപ്പെട്ട് സാധിക്കും എന്ന് മാത്രമല്ല, പ്രതിരോധമില്ലാത്ത രീതിയിൽ തന്നെ യമനിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി അമേരിക്ക നൽകിയ രീതിയാണ് അമേരിക്കയും ഹൂത്തികളും തമ്മിലുള്ള വെടിനിർത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത് എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു. രണ്ടാമത്, സിറിയയുടെ ഇപ്പോഴത്തെ ഭരണാധികാരിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാർ. സിറിയയുടെ ഭരണാധികാരിയുമായി ഉണ്ടാക്കിയ രണ്ടാമത്തെ കരാർ അതൊരിക്കലും ഇസ്രായേൽ അംഗീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഭീകരവാദിയുടെ നേതാവായിരുന്നു ഒരു കാലത്ത് ഇപ്പോഴത്തെ സിറിയയുടെ പ്രസിഡന്റ്. തലക്ക് ലക്ഷക്കണക്കിന് ഡോളറിൻ്റെ ഇനാം പ്രഖ്യാപിക്കപ്പെട്ട അതേ പ്രതിസ്ഥാനത്തുള്ള വ്യക്തിയുമായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് നേരിട്ട് ചർച്ച നടത്തി സാമ്പത്തിക ഇറക്കുമതി അടക്കമുള്ള സംവിധാനത്തെക്കുറിച്ച് കരാർ വ്യവസ്ഥ ഉണ്ടാക്കി എന്ന് പറഞ്ഞത് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള അവർക്ക് ചൊടിപ്പിച്ച കാര്യമാണ്. മൂന്നാമത്, ഹമാസുമായിട്ട് നേരിട്ട് കരാർ ഉണ്ടാക്കുന്നു. കരാർ പ്രകാരം അമേരിക്കയുടെ ബന്ധിയെ മോചിപ്പിക്കുന്നു. പിന്നീട് ഏതൊക്കെ തരത്തിലാണോ ഇവർ തമ്മിൽ വ്യവസ്ഥ ഉണ്ടാക്കിയത് എന്ന കാര്യങ്ങളൊക്കെ രഹസ്യമാക്കി വെക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം നല്ലൊരു ഗുണപരമായിരിക്കുന്ന നിലപാടല്ല എന്നുള്ള കാര്യത്തിലാണ് ഇസ്രായേൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ അവർ തമ്മിലൊക്കെ വലിയ രീതിയിലുള്ള അകൽച്ച ഉണ്ടാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം. ഗസക്കകത്തുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ പരാതിയായിട്ട് ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞതാണ്. അതിലൊന്ന് UN സഭയുടെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് പിന്നീട് അമേരിക്കയും ഇസ്രായേലും സഹകരിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. UN സഭയുടെ നേതൃത്വത്തിലുള്ള ഭക്ഷ്യവിതരണം നിർത്തിവെക്കുകയും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇസ്രായേലിൻ്റെ IDF, അമേരിക്കയുടെ കരാറുകാർ ഇവർ തമ്മിൽ ചേർന്നുകൊണ്ടാണ് പിന്നീട് ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഗസയിൽ നടപ്പിലാക്കിയത്. അതോടനുബന്ധിച്ച് തന്നെ ഗസ ഹ്യൂമനിറ്റേറിയൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി. അതിൽ ഇസ്രായേലും അതേപോലെ തന്നെ അമേരിക്കയുടെ ഈ കരാർ തൊഴിലാളികളുമാണ് അതിലുള്ളത്. അവരാണ് ഈ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. എന്നാൽ ഈ കരാർ വ്യവസ്ഥ പ്രകാരം ഉണ്ടാക്കിയത് കൃത്യമായ രീതിയിൽ ഭക്ഷ്യ വിതരണം നടക്കുന്നില്ല എന്നുള്ളതും അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വെടിവെപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഇരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നതും വലിയ രീതിയിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ വിഷയം ഉണ്ടാവാനുള്ള പ്രധാന കാരണമാണ്. അതിൻ്റെ കാര്യം അമേരിക്കയുടെ പ്രതിനിധി തന്നെ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിവാദമായിരിക്കുന്ന ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ സംസാരിക്കുന്നത് അവരുടെ കാര്യം മാത്രമാണ്, അവരുടെ രാജ്യത്തിൻ്റെ കാര്യം മാത്രമാണ്, അവർ രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആഗോള അടിസ്ഥാനത്തിൽ പല രാഷ്ട്രങ്ങളും അമേരിക്കയുമായി വലിയ ബന്ധമുണ്ട്. ആ ബന്ധം നിലനിർത്താൻ വലിയ ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ട്. ആ നടത്തുന്ന ശ്രമത്തെ പോലും പ്രതിരോധമായ രീതിയിൽ ബാധിക്കുന്ന സ്ഥിതിയിലേക്കാണ് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തെ എത്തിയത്. അതിൽ പ്രധാനമായി അവർ പറയുന്ന കാര്യം മിഡിൽ ഈസ്റ്റിലെ ബന്ധങ്ങളാണ്. മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സ്വാധീനങ്ങൾ കുറഞ്ഞു വരുന്നു. അറബ് രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് സഹകരിക്കുന്നത് കുറഞ്ഞു വരുന്നു. ആ കുറവിൻ്റെ ഒരു പ്രധാന വിഷയമാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കക്ക് തന്നെ ഒരു തിരിച്ചടിയായത് പരാജയപ്പെടാനുള്ള കാരണം. അപ്പോൾ സർവ്വ മേഖലയിലും അമേരിക്ക പോലും ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് കണ്ണും പൂട്ടി ഇസ്രായേലിന് പിന്തുണ നൽകുന്നതിനാലാണ് എന്ന് അമേരിക്ക തന്നെ ഇസ്രായേലിനോട് പറഞ്ഞതും വലിയ വിഷയമായിട്ട് മാറിയിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആണവ ഫോർമുലകൾ വഹിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇറാൻ തയ്യാറാക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ്. ഇതിന് മുമ്പ് തന്നെ അറ്റോമിക് ഏജൻസി ഇതിൻ്റെ ഇടയിൽ ഇറാനിലെ ഒരു പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണ തോതിലുള്ള ആണവായുധം
നിർമ്മിക്കാനുള്ള സ്ഥിതിയിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു. അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ അവർ നമ്മൾക്ക് കാണാൻ പറ്റാത്ത രഹസ്യമായിരിക്കുന്ന 4 കേന്ദ്രങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇത് ഇസ്രായേൽ വലിയ വിഷയം ഉണ്ടായിരിക്കുന്ന കാര്യമാണ്. ഇത്രയും കാര്യം വളരെ കൃത്യമായ രീതിയിൽ IAEA റിപ്പോർട്ട് ചെയ്തിട്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് എതിരായിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടാവുകയോ അതല്ലെങ്കിൽ അവരുമായിട്ടൊരു യുദ്ധ കാര്യത്തിലേക്ക് നീങ്ങുകയോ ചെയ്യാത്തതിലുള്ള പ്രതിഷേധം ഇവിടെ കനത്തതാണ്. അപ്പോൾ 2 രീതി ഇവിടെ വിഷയങ്ങളായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒരു പക്ഷേ അമേരിക്കക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അവരുടെ പൗരന്മാരെ സുരക്ഷിതമാക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത്. രണ്ടാമത്തത്, യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇസ്രായേൽ എത്രത്തോളം ശക്തിയുണ്ടോ അല്ലെങ്കിൽ ഇസ്രായേൽ എത്രത്തോളം തയ്യാറെടുപ്പ് നടത്തുന്നോ സമാനമായ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അത് സാരമായിട്ട് ബാധിക്കുക മിഡിൽ ഈസ്റ്റ് കേന്ദ്രത്തിലായിരിക്കും. കാര്യമെന്ന് പറയുന്നത്, മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ താവളങ്ങൾ യഥാർത്ഥത്തിൽ ഇറാൻ്റെ മേഖലയാണെന്നും തങ്ങൾ ആക്രമിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്നത്, ഇറാനെ പിന്തുണക്കുന്ന മിലീഷ്യ വിഭാഗങ്ങളുമായിട്ട് അവർ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ അത്തരമൊരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ സർവ്വ മേഖലയിൽ നിന്നുമുള്ള ശക്തമായിരിക്കുന്ന ഒരു തിരിച്ചടി ഇസ്രായേലിലേക്ക് ഉണ്ടാവുന്ന തരത്തിലുള്ള സംവിധാനം ഏറെക്കുറെ ഇറാൻ ഒരുക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും ഇതിൻ്റെ കൂടെ നമ്മൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.